വിശദമായ വാർത്തകളിലേക്കാണ്. മുതിർന്ന നേതാവ് ജി സുധാകരന് വീണ്ടും പാർട്ടി ചുമതലകൾ നൽകി CPM. ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന 6 അംഗ കമ്മിറ്റിയിൽ ജി സുധാകരനെ ഉൾപ്പെടുത്തി. ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഫൈസൽ, പാർട്ടി ആവശ്യപ്പെട്ടാൽ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു പ്രതികരണമൊക്കെ നേരത്തെ ജി സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിന്റെ ആദ്യപടിയാണോ പാർട്ടിയുടെ നീക്കം? ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ചുമതല വഹിക്കുന്നുണ്ടെങ്കിലും മത്സരിക്കാൻ ഒരു തടസ്സവുമില്ല എന്ന് തന്നെയാണ് ജി സുധാകരൻ നേരത്തെ നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം അറിയിച്ചത്. തനിക്ക് 2 ആഴ്ച മുമ്പാണ് ഇത്തരത്തിൽ ഈ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അറിയിപ്പ് ജില്ലാ സെക്രട്ടറി ആർ നാസർ നൽകിയത്. രേഖാമൂലമുള്ള അറിയിപ്പൊന്നും നൽകിയിട്ടില്ല എന്നും ജി സുധാകരൻ നമ്മോട് പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ജി സുധാകരനെ കൂടാതെ CS സുജാത, സജി ചെറിയാൻ, ആർ നാസർ, സിബി ചന്ദ്രബാബു, കെ പ്രസാദ്, KH ബാബുരാജൻ എന്നിവരാണ് ഇത്തരത്തിൽ ഈ 6 അംഗ കമ്മിറ്റിയിലുള്ളത്. ഇവരാണ് ഈ ജില്ലയിലെ മേൽനോട്ടം വഹിക്കുക. ഇവർക്ക് കീഴെ 9 മണ്ഡലങ്ങളിലും സെക്രട്ടേറിയറ്റ് ചാർജുമാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അരൂരിൽ സിബി ചന്ദ്രബാബു, ചേർത്തലയിൽ കെ പ്രസാദ്, വിജി മോഹൻ, ആലപ്പുഴയിൽ PP ചിത്തരഞ്ജൻ, KG രാജേശ്വരി, അമ്പലപ്പുഴയിൽ H സലാം, KG രാജേശ്വരി, മാവേലിക്കരയിൽ G ഹരിശങ്കർ, ചെങ്ങന്നൂരിൽ A മഹേന്ദ്രൻ എന്നിവരാണ് ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന ജില്ലാ സെക്രട്ടറിമാരെന്നുള്ളത്. ഇവരുടെ മേലെയാണ് ഇത്തരത്തിൽ ഈ 6 അംഗ നേതാക്കൾ ഉള്ളത്. ഈ CPM-ന്റെ മുതിർന്ന നേതാക്കളാണ് എല്ലാവരും. സജി ചെറിയാൻ, അതുപോലെ CS സുജാത ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ഉണ്ട്. ഏതായാലും താൻ പാർട്ടി ആവശ്യപ്പെട്ടാൽ താൻ മത്സരിക്കുമെന്ന് അദ്ദേഹം മത്സര രംഗത്തുണ്ടാവുമെന്നുള്ളത് വാർത്ത തള്ളാതെ തന്നെ അദ്ദേഹം നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ജി സുധാകരൻ അത്തരത്തിലൊരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ആശങ്ക നിലനിൽക്കുന്നത് ഇത്തരത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് ചുമതല നൽകുന്നതോടുകൂടി അദ്ദേഹം മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടായിരുന്നു. അദ്ദേഹം അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി വരണം എന്നുള്ളത് പാർട്ടി പ്രവർത്തകരുടെ ഉൾപ്പെടെ വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു. അതിനിടെയാണ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ അങ്ങനെ തന്നെയാണ്. അതായത് ഇത്തരത്തിൽ ചുമതലയുണ്ടെങ്കിലും മത്സരിക്കുന്നതിൽ തടസ്സമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഏതായാലും ജി സുധാകരനെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് CPM-ന്റെ തീരുമാനം. വർഷ. ശരി ഫൈസൽ, ജി സുധാകരനെ ചേർത്ത് പിടിക്കുകയാണ് CPM. ആലപ്പുഴയുടെ ചുമതലകൾ ജി സുധാകരന് നൽകിയിട്ടുണ്ട്. കേരളമടക്കം വലിയ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള സാഹചര്യം ഒരുങ്ങുമ്പോൾ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ജി സുധാകരൻ മത്സരിക്കുമെന്നൊരു മറുപടി കൂടിയാണ് നൽകുന്നത്.